ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്ത ആയിരന്തങ്ങ് സ്വദേശി അനിലിനെ തങ്കശ്ശേരി ക്വാർട്ടേഴ്സിൽ കഴുത്തറുത്തു കൊന്ന കേസിൽ 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മയ്യനാട് സുനാമി ഫ്ളാറ്റ് നമ്പർ 3-ൽ ഹൈദർ ഫറൂഖ്, കടപ്പാക്കട പീപ്പിൾസ് നഗറിൽ പ്രിയൻ, പട്ടത്താനം നീതി നഗറിൽ വിഷ്ണു, വടക്കേവിള വൈക്കേം നഗറിൽ നഹാസ് എന്നിവരെയാണ് കൊല്ലം ASP തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മെയ് 9-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. സ്വവർഗരതിയിൽ താല്പര്യമുള്ള അനിലിന്റെ സ്ഥിരം സന്ദർശകനായിരുന്നു ഫറൂഖ്. അനിലിന് HIV പോസിറ്റീവ് ആണെന്നുള്ള വിവരം അടുത്ത കാലത്താണ് ഫറൂഖ് അറിയുന്നത്. ഈ സംഭവമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഈസ്റ്റ് CI B സൂദൻ പറയുന്നത് ഇപ്രകാരം. ഇല്ല, അറിഞ്ഞിട്ടില്ല. മറ്റേ ആൾക്കുണ്ടോ നമ്മൾ സ്ഥിരീകരിച്ചില്ല. അവിടെ ഡിസീസ്ഡ് ആണല്ലോ, നമ്മൾ എക്സാമിനേഷൻ അത് അറിയില്ല. കെമിക്കൽ ലാബിൽ ഇവരിൽ നേരത്തെ ഇവിടെ വന്നോണ്ടിരുന്ന ഹൈദർ ഫറൂഖ് മാത്രമാണ്. ഹൈദർ ഫറൂഖ് ബാക്കി എല്ലാവരും ഈ സമയത്താണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി. ശരി, ഇയാളോട്ട് നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഹൈദർ ഫറൂഖിന് മാത്രമാണ്. 1.5 വർഷത്തോളം ബന്ധമുണ്ട്. ബാക്കി ആർക്കും മുൻ ബന്ധമില്ല. ഈ ലാപ്ടോപ്പിനകത്ത് അല്ലെങ്കിൽ മൊബൈലിനകത്ത് വേറെ എന്തെങ്കിലും എവിഡൻസ് ഇല്ല. ഫോർമാറ്റ് ചെയ്തിരുന്നു. A4 4 പേജ് ഫോർമാറ്റ് ചെയ്തിരുന്നു. ഈ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്, മൊബൈൽ ഫോണുകൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കത്തി എവിടെ നിന്നാണ് കിട്ടിയത്? കത്തി അവിടെ ഉമയനല്ലൂർ ക്ഷേത്രക്കുളത്തിൽ നമ്മൾ. ഈ A4-നൊപ്പം എതിരെ എന്തൊക്കെയാ കേസ്? A4 റിസീവർ സ്റ്റോളൻ പ്രോപ്പർട്ടി. റിസീവർ സ്റ്റോൾ പ്രോപ്പർട്ടി. പിന്നെ ഒരു വ്യാജ അല്ല, വേറെ ആളുടെ പേരിലുള്ള മൊബൈൽ ഫോൺ കണക്ഷൻ ഞങ്ങൾക്ക് എടുത്ത് കൊടുത്തു. അത് വെച്ച് ID വേറെ ആരുടെ ഒരു ബംഗാളിയുടെ ID ആണ്. ബംഗാളിയായിട്ടുള്ള ഒരാളുടെ ID അയാളുടെ ഉപയോഗത്തിന് വേണ്ടി അയാൾ എടുത്ത് വെച്ചാണ്. പക്ഷേ ഇവർ കൊടുത്തത് ബംഗാളിക്ക് വേണ്ടി എടുത്തതാണ്. ആ നമ്പറാണ് ഇവർ യൂസ് ചെയ്യുന്നത്. മുളക് പൊടിയൊക്കെ എവിഡൻസ് ടാമ്പർ ചെയ്യുന്നതിന് വേണ്ടി, ഡോഗ് സ്മെൽ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി നേരത്തെ ആസൂത്രിതം ചെയ്തിരുന്നു. കുറച്ച് ദിവസം മുമ്പ് ഒരു കോൺഫറൻസ് നടത്തിയിരുന്നു. കൂടെ ആലോചിച്ചാണ് വന്നത്. ഇയാൾക്ക് HIV ബാധ ഉണ്ടെന്ന സംശയം ഇയാൾക്ക് വന്നിട്ട് എത്ര നാളായി? എത്ര മാസം? അത് ഇവരൊരു കുറച്ച് ചുരുങ്ങിയ ദിവസം 2 ആഴ്ചക്കുള്ളിലാണ് ഇവർ ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. അനിലിന്റെ ക്വാർട്ടേഴ്സിലെ പണവും ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും ATM കാർഡും ക്യാമറയും ഉണ്ടെന്നും മോഷ്ടിച്ചെടുത്ത് പങ്കുവയ്ക്കാമെന്ന് പറഞ്ഞാണ് ഫറൂഖ് സുഹൃത്തുക്കളെ കൊലപാതകത്തിന് കൂട്ടുപിടിച്ചത്. ഇതിനുവേണ്ടി കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് അനിലിനെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. തുടർന്ന് അനിലിന്റെ തങ്കശ്ശേരിയിലെ ക്വാർട്ടേഴ്സും പരിസരവും രഹസ്യമായി നേരിൽ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. സംഭവ ദിവസം രാത്രിയിൽ ഫറൂഖ് സുഹൃത്തിന്റെ ഓട്ടോ സംഘടിപ്പിക്കുകയും വിഷ്ണുവിനെയും പ്രിയനെയും കൂട്ടി തങ്കശ്ശേരി ക്വാർട്ടേഴ്സിലെത്തി. തുടർന്ന് 4 പേരും ചേർന്ന് ബ്ലൂ ഫിലിം കണ്ട ശേഷം അനിലുമായി ഗ്രൂപ്പ് സെക്സിൽ ഏർപ്പെടാമെന്നുള്ള വ്യാജേന ബെഡ്റൂമിൽ കയറി. തുടർന്ന് ഫറൂഖ് വെള്ളം കുടിക്കാനെന്ന പേരിൽ മുറിക്ക് പുറത്തുപോയി. നേരത്തെ കരുതിയിരുന്ന കത്തി എടുത്തുകൊണ്ടുവന്ന് അനിലിന്റെ കഴുത്ത് അറക്കുകയായിരുന്നു. ഈ സമയം പ്രിയനും വിഷ്ണുവും അനിലിന്റെ കൈകാലുകൾ ചലിക്കാതെ പിടിക്കുകയും വാ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. മരണം ഉറപ്പുവരുത്തുന്നതിന് വയറ്റിൽ കുത്തിനോക്കി. ശേഷം അടുക്കളയിൽ നിന്ന് മുളക് പൊടിയെടുത്ത് അനിലിന്റെ ദേഹത്തും പ്രതികൾ തൊട്ട എല്ലായിടത്തും വിതറുകയായിരുന്നു. ശേഷമാണ് അനിലിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും ഇൻഡക്ഷൻ കുക്കർ, ക്യാമറ, കറൻസി നോട്ടുകൾ എന്നിവ കൈക്കലാക്കി ഓട്ടോയിൽ രക്ഷപ്പെട്ടത്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി ഉമയനല്ലൂർ ക്ഷേത്രത്തിനടുത്തുള്ള കുളത്തിൽ നിന്നും കണ്ടെടുത്തു. ലാപ്ടോപ്പ് കടപ്പാക്കടയിലെ ഒരു മൊബൈൽ ഷോപ്പ് ഉടമ നഹാസിൽ നിന്നാണ് കണ്ടെടുത്തിരിക്കുന്നത്. അന്വേഷണ സംഘത്തിൽ കൊല്ലം ഈസ്റ്റ് സർക്കിൾ ഇൻസ്പെക്ടർ V സുഗതൻ, SI മാരായ ഫറോസ്, വിനോദ്, ജയകൃഷ്ണൻ എന്നിവരുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.